ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾ കോളേജിലെ ആനുവൽ ഡേക്ക് ഡ്രസ്സ് നോക്കാനാണ് പോകുന്നത്. അതിൻ്റെ ഇൻട്രോ എടുക്കാൻ ഞാൻ മറന്നുപോയി, പക്ഷെ ഞാൻ ഇൻട്രോ എടുക്കാൻ വയ്യ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഉള്ള കുറച്ച് കടകളിൽ കയറാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് സ്റ്റുഡിയോയിൽ പോകാമെന്നാണ്. സ്റ്റുഡിയോയിൽ കളക്ഷൻസ് കാണുമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. അവിടെ ഇങ്ങനത്തെ ബോഡിക്കോൺ ഡ്രസ്സ് കാണുമെന്നാണ് നമ്മൾ പോകുമ്പോഴുള്ള സമയത്ത്. അങ്ങനെയാണ് ബോഡിക്കോൺ ഡ്രസ്സ് കാണാറുണ്ട്. അവസാനം നമ്മൾ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം, എന്തായാലും നമുക്ക് എല്ലാവർക്കും വേണമല്ലോ. അപ്പം നമ്മളെല്ലാവരും കൂടെ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളുടെ തീമിൻ്റെ പേരാണ് ഗ്ലിക്സ് ആൻഡ് ഗ്ലാം എന്നായിട്ട്. അപ്പം നമ്മൾ ഉടുപ്പെടുക്കാൻ പോവുകയാണ്. ഉടുപ്പെടുക്കാനല്ല, ഉടുപ്പ് നോക്കാൻ. അങ്ങനെ നമ്മൾ വഴി സംസാരിച്ച് കളിച്ച് തിരിഞ്ഞ് നമ്മളങ്ങനെ സ്റ്റുഡിയോൻ്റെ അവിടെ എത്തി. സ്റ്റുഡിയോ അവിടെ ആ സ്ഥലത്തിൻ്റെ പേരാണ് വളഞ്ഞമ്പലം. വളഞ്ഞമ്പലം നമുക്ക് ഒരു 300 മീറ്റർ നടക്കാനുണ്ട്. നമ്മൾ എവിടെ പോയാലും നടന്നേ പോകത്തുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന ശേഷമാണ് എല്ലായിടത്തും പോകാൻ നടക്കുന്നത്. അല്ലാതെ ഞാൻ ട്രിവാൻഡ്രത്താണെങ്കിൽ ഇച്ചിരി സ്ഥലമാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ നടക്കാറില്ല. ഇവിടെ വന്ന ശേഷം നമ്മൾ ഫുള്ള് നടക്കാൻ മാത്രം നമുക്കറിയാവുള്ളൂ. ബസ്സിലോ ഓട്ടോയിലോ പോകാൻ നമുക്കറിയത്തില്ല. നമ്മൾ പോകത്തില്ല. നമ്മൾ 4 പേരായാലും നമ്മൾ പോകത്തില്ല. എന്താ നമ്മൾ 4 പേരായിട്ട് സംസാരിച്ചൊക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് എത്തുമല്ലോ. അങ്ങനെ സ്റ്റുഡിയോ എത്തി. അങ്ങനെ നമ്മൾ ആദ്യം അവർ പറഞ്ഞ തീമിലുള്ള ഒരു ഡ്രസ്സ് നോക്കി. പക്ഷേ അത്ര എനിക്കിഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ ഇവിടുത്തെ നോക്കി. ഞങ്ങൾ 3 പേർക്ക് നോക്കണം. ചേച്ചിക്ക് കോളേജുകാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ചേച്ചിക്ക് നോക്കണ്ട. അപ്പോൾ പ്രൈസൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്യുക. സ്റ്റുഡിയോയിലുണ്ട്. ഇത് വന്നിട്ട് സ്റ്റുഡിയോ വളഞ്ഞമ്പലത്തിലാണ്. എറണാകുളം സൗത്തിൻ്റെ തൊട്ടടുത്താണ്. ഒരു 100 മീറ്റർ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് 300 മീറ്റർ ഉണ്ട്. നമ്മൾ എവിടെ പോയാലും നടക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ നടന്നേ പോകത്തുള്ളൂ. അങ്ങനെ നമ്മൾ നോക്കുകയാണ് ഡ്രസ്സ്. പിന്നീട് നമ്മൾ ഓരോ ഡ്രസ്സ് നോക്കി. പക്ഷേ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ കളക്ഷൻസ് ഉണ്ടാന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ ടോപ്പായിട്ടും ഡ്രസ്സായിട്ട് 2-3 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവസാനം അവിടെ നിന്ന് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. കുറച്ച് നേരം അവിടെ നിന്നിട്ട് വേറെ കളക്ഷൻസ് ഉണ്ടോ അതോ എത്തനിക് വെയറിൻ്റെ അടുത്ത് പോയിട്ട് ചില സമയത്തൊക്കെ എത്തനിക് വെയറിൻ്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ വെസ്റ്റേൺ വെയർസ് കൊണ്ടിടാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മേലോട്ട് പോവുകയാണ്. ഇവിടുത്തെ ഈ വളഞ്ഞമ്പലത്തെ ഷോപ്പിൽ ഇഷ്ടം പോലെ കണ്ണാടി ഉണ്ട്. പ്രത്യേകിച്ച് ഗേൾസിനാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ല രസമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെ പോയാലും ഗേൾസ് പോകുന്നതിന് ഒന്നുകിൽ ഡ്രസ്സ് ട്രൈ ചെയ്യാനും ഒന്ന് ഫോട്ടോ എടുക്കാൻ. അതിന് നമ്മൾ പോയി ചെയ്തിട്ട് പിന്നെ നൈസ് അവിടെ നിന്ന് ഇറങ്ങി. ഡ്രസ്സ് ട്രയലൊന്നും ചെയ്തിട്ടില്ല. അത്രയൊന്നും പിടിച്ചിട്ടില്ല. എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ ഡ്രസ്സ് ഇങ്ങനത്തെ അല്ല അവരുദ്ദേശിക്കുന്നത്. ഒരു മറ്റേ മിനിക്ക് പോലത്തെ അങ്ങനത്തെയാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പം നമുക്കത് ഈ സിമ്പിൾ വെസ്റ്റേൺ വെയർസ് അല്ല അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ കുട്ടി ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബീച്ച് വെയർ ആണ്. അത് നല്ല എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ കസിൻ വാവയൊക്കെ നല്ല വലുതായി, അതുകൊണ്ട് അവർക്കൊന്നും വാങ്ങാൻ പറ്റത്തില്ല. പിന്നെ ജബിഷ വീഡിയോ എടുക്കുവാണ്. അവളാണ് എൻ്റെ ഹെൽപ്പർ, എൻ്റെ സ്വീറ്റ് ഡാർലിങ്. അവളാണ് എനിക്ക് എപ്പോഴും സഹായിച്ചു തരുന്നത്. എല്ലാവരും എടുത്തു തരും, പക്ഷെ കൂടുതലും ജബിഷയാണ് എനിക്ക് എടുത്തു തരാറുള്ളത്. അപ്പം അവൾ എടുത്തു. അങ്ങനെ കളിച്ചുകൊണ്ട് അവിടെ നിൽക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറേ ഗ്ലാസ് ഉണ്ട് നമുക്ക് വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് എൻ്റെ ലിപ്സ്റ്റിക്ക് അങ്ങനെ എൻ്റെ ലിപ്സ്റ്റിക്ക് ഒരുമാതിരി ഷെയ്ഡ് തീർന്നു പോലെ ഇരുന്നു. അപ്പോൾ അവസാനം ഞാൻ അവിടെ നിന്ന് കുറച്ച് ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന സെയിം ഷെയ്ഡ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഇട്ട് ഫില്ല് ചെയ്തു. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ ഒരുമാതിരിയാണ്. പുറത്ത് എവിടെ പോയാലും എനിക്ക് ലിപ്സ്റ്റിക്ക് വേണം. കല്യാണത്തിന് പോയാലും മരണത്തിന് പോയാലും എല്ലായിടത്തും പോയാലും എനിക്ക് ലിപ്സ്റ്റിക്ക് മസ്റ്റാണ്. എന്ന് പറയുമ്പോൾ മരണത്തിനൊക്കെ പോകുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് ഇടും, അല്ലാതെ നമ്മൾ കല്യാണത്തിന് പോകണമെങ്കിൽ ഇടത്തില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇട്ടിട്ട് നേരെ നമ്മൾ ഇറങ്ങുവാണ് അവിടെ നിന്ന്. പിന്നെ അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ കണ്ടായിരുന്നു, ഗോപികേനെ. പക്ഷേ ഗോപികേനെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ സ്ക്രീനുണ്ട് അവൾക്ക് താറ്റ് കൊടുക്കാൻ പോകണമെന്നും പറഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഫോൺ അപ്പം എൻ്റെ കയ്യിലില്ലായിരുന്നു, ജബിഷയുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കളക്ഷൻ ഇല്ല. ഒന്നെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ നോക്കണം, അല്ലെങ്കിൽ ആ ഷോപ്പിൽ നോക്കണം. ഷോപ്പിൽ എന്തായാലും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടോ മിന്ത്രയോ മീഷോ ആമസോണിലോ നോക്കാം ഇങ്ങനെ പറഞ്ഞ് നിൽക്കുവാണ്. കുറേ നടന്ന ശേഷം നമ്മൾ ക്ഷീണിക്കുമല്ലോ. ഇപ്പോൾ എത്ര കടയിലാണ് നമ്മൾ എന്ന് പോയതാ. ഇതിന് മുമ്പ് നമ്മളൊരു സ്ഥലത്ത് പോയായിരുന്നു.
ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് നമ്മൾ കുറേ കടയിൽ കയറി, അവിടെയും കിട്ടിയിട്ടില്ല. പിന്നെയാണ് ഈ സ്റ്റുഡിയോയിലും പിന്നെ ട്രെൻഡ്സിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ നടന്ന് വേറെ വഴി പോയി നോക്കി. എന്തായാലും ഈ എറണാകുളം സ്ഥലത്ത് എവിടെ പോയാലും ഒരിടത്ത് തന്നെ എത്തത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ നടന്ന് ഒരു ട്രെൻഡ്സ് കണ്ടായിരുന്നു. അപ്പോൾ ട്രെൻഡ്സിൽ കയറി വെസ്റ്റേൺ ഡ്രസ്സ് ഉണ്ടാകാൻ നോക്കാൻ കയറി. വെസ്റ്റേൺ ഇല്ല, ഫുൾ എത്തനിക് വെയർസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പെട്ടെന്ന് ഇറങ്ങാൻ പാടില്ലല്ലോ. നമ്മൾ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ നിൽക്കുക, വീണ്ടും ഫോട്ടോ എടുക്കുക, അതാണ് നമ്മളെ പ്ലാൻ. എവിടെ പോയാലും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വെസ്റ്റേൺ വെയർസ്, സാധാ വെസ്റ്റേൺ വെയർസൊക്കെ ഉള്ളൂ, അല്ല ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു ഡ്രസ്സും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നേരെ നമ്മൾ ജയലക്ഷ്മി കയറി. പിന്നെ ജയലക്ഷ്മിയിൽ കളക്ഷൻസ് ഇല്ലയെന്നറിയാം, എന്നാലും ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്ന് പ്രതീക്ഷിച്ച് പോയതാ. ബിരിയാണിയും കിട്ടിയില്ല, ഒരു കഞ്ഞി പോലും കിട്ടിയില്ല ഗൈസ്. അത്രമാത്രം അവിടെ തുണി ഇല്ലായിരുന്നു. സാധാ ഫ്രോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റേ സാധാ നമ്മൾ കോട്ടൻ്റെ തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ സെൻട്രൽ മാളിലാണ്. സെൻട്രൽ മാളിൽ കാണുമോ ഇല്ലയോ ഒന്നും അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ തന്നെ നല്ല വിലയായിരിക്കും, നല്ല റേറ്റ് ആയിരിക്കും. ഒരു 2000-ൻ്റെ മേളിൽ മാത്രമേ അവിടുത്തെ തുണികൾ ഉള്ളൂ. അപ്പോൾ നമ്മൾ കയറിയിട്ട് നമ്മൾ ആലോചിച്ചത് എവിടെ പോകണം, ഏത് കടയിൽ കയറണം. അങ്ങനെ അധികം കടയൊന്നും അധികൻ്റെ അകത്തില്ല, ഉള്ളത് ഇച്ചിരി റേറ്റ് കൂടുതലുള്ള കടകൾ മാത്രമേ ഉള്ളൂ. അവസാനം നമ്മൾ അതിൻ്റെ അകത്തുള്ള സെൻട്രോ എന്ന് പറയുന്ന ഒരു കടയിൽ കയറി. സെൻട്രോയിൽ കയറിയപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് അവിടെ ഉണ്ട്. പക്ഷേ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിൽക്കത്തില്ല. നമുക്കൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി നേരം നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കൂടുതൽ റേറ്റുള്ള വാങ്ങണ്ടല്ലോ. അതാണ് നമ്മളെ പ്ലാൻ എന്ന് പറയുമ്പോൾ 700, 600 ആ റേഞ്ചൊക്കെയാണ്. പക്ഷെ ഇവിടെ നോക്കിയപ്പോൾ 2000, 3000, 6000 ആ റേഞ്ചിലുള്ള തുണികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ആ തീമിലെ കറക്റ്റ് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പറ്റിയില്ല ഗൈസ്. ഈ ശ്രീനന്ദ എടുക്കുന്ന ഡ്രസ്സിന് 6000 രൂപയാണ് ഗൈസ്. 6000 രൂപയാണ്. 6000 രൂപയായിരുന്നു. പിന്നെ നടന്ന് ക്ഷീണിച്ച് നമ്മൾ പിന്നെ അവസാനം മോസിൽ കയറി ഒരു അവിൽ മിൽക്ക് കുടിക്കാമെന്ന് പ്ലാൻ ചെയ്ത്. ഇത് കിഡിൻ്റെ നമ്മളൊരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് 49 രൂപയുടെയാണ് വാങ്ങിയത്. സൂപ്പർ ടേസ്റ്റാണ് ഗൈസ് അവിൽ മിൽക്ക് അവരുടേത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പൈസ ഉള്ള സമയത്തൊക്കെ വാങ്ങി കഴിക്കാറുണ്ട്. കണ്ട അതിൻ്റെ കണക്ക് പുറത്ത് വന്ന് അത്ര കിട്ടാൻ ടേസ്റ്റാണ് ഗായ്സ്. നമ്മൾ എപ്പോൾ പോയാലും നമ്മൾ കഴിക്കും. പിന്നെ അവസാനം നമ്മൾ എന്ത് ചെയ്തു, വിശക്കുമായിരുന്നു. അവൽ മിൽക്ക് കഴിച്ചിട്ട് വരുന്നത്. അങ്ങനെ പിന്നെ ഒരു സ്നാക്സും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ